മാനുഫാക്ചർ ആണോ, ഇന്റീരിയർ വർക്കർ ആണോ, നിർബന്ധമായി ഇതൊക്കെ കാണുക. പാർട്ടിക്കൽ ബോർഡിന്റെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 99% വരുന്ന എ ഗ്രേഡ് ബോർഡുകളാണ് പോസിറ്റീവ് നമുക്കെല്ലാം സപ്ലൈ ചെയ്യുന്നത്. ഇതാണ് പ്രീലാമിനറി ബോർഡിന്റെ ടെസ്റ്റിംഗ് യൂണിറ്റ്. ഇതിലാണ് അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പേപ്പറാണ് ലാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചിപ്പ് ബോർഡിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് സ്ട്രെങ്തൻ ചെയ്തതിനു ശേഷം ഈ പേപ്പർ നമ്മൾ ലാമിനേഷൻ ചെയ്യുന്ന പ്രക്രിയയാണ് ഈ കാണുന്നത്. ഇത്തരത്തില് വ്യത്യസ്തമായ കമ്പനിയാണ്. നിങ്ങളുടേതെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പെരുമ്പാവൂര് പോസിറ്റീവ് ബോർഡ്സിന്റെ വലിയൊരു കമ്പനിയിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നാണ് പോസിറ്റീവിന്റെ ബോർഡ്സ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിപ്പ് ബോർഡ്സിന്റെ കമ്പനികളിൽ ഒന്നാണിത്. ഞങ്ങളൊക്കെ ചിപ്പ് ബോർഡ്സ് എടുക്കുന്ന കമ്പനിയാണ് പോസിറ്റീവ്. ഞങ്ങളുടെ ഇന്റീരിയറിന് അതുപോലെ ഞങ്ങളുടെ മാനുഫാക്ചേഴ്സിന്റെ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റുകൾക്കൊക്കെ പോസിറ്റീവിന്റെ ബോർഡ്സ് 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ടൊക്കെ ഞങ്ങൾ ഇന്റീരിയർ വർക്ക് തീർക്കുന്നതും അല്ലെങ്കിൽ ഫർണിച്ചർ നിർമ്മിക്കുന്നതും ഒക്കെ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചർ നിർമ്മിക്കുന്നതൊക്കെ പോസിറ്റീവിന്റെ ബോർഡ് കൊണ്ടാണ്. അപ്പൊ അവിടെയാണ് നമ്മളുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ, എന്തൊക്കെയാണ് ഇവരുടെ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം. പാർട്ടിക്കൽ ബോർഡിന്റെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഈ ബോർഡ് ചിപ്പിങ്ങിന് വിധേയമാക്കുക ചെയ്യുക. അതുപോലെ ഈ പ്ലൈവുഡ് ഒക്കെ നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വുഡുകളുടെ വേസ്റ്റും അല്ലാതെയുള്ള റബ്ബർ വുഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചിപ്പിംഗ് പ്രക്രിയ തുടങ്ങുന്നത്. ചിപ്പ് ചെയ്യുന്ന മെഷീനാണ് ഈ കാണുന്നത്. ശരിക്കൊരു റീസൈക്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പല പ്രീലാമിനേറ്റഡ് ബോർഡിന്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്. ഇതേപോലെ ഇതൊക്കെ ശരിക്കും സോ ഡസ്റ്റ് ആണ്. റോ മെറ്റീരിയൽ സ്ട്രോങ് ആയിരുന്നാൽ മാത്രം പോരാ, ഇതിന്റെ ഒരു പ്രോസസ്സ് കൃത്യമാവേണ്ടതുണ്ട്. അപ്പൊ ആ പ്രോസസ്സിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മൾ ഈ സോഡസ്റ്റ് ഇതിനകത്തേക്ക് കൊടുത്തിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് വലിയൊരു മാഗ്നറ്റ് ആണ്. ഇതിനകത്തുള്ള ചെറിയ ഇതാണ്ടല്ലേ സ്റ്റാപ്ലറിന്റെ പിന്നുപോലെ ഇതിലേക്ക് പിടിക്കും. ആ ക്ലീനിങ് പ്രോസസ്സാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പൊ ചിപ്പ് ബോർഡ് മാത്രമല്ല, ഈ ഒരു സോഡസ്റ്റും കൂടിയിട്ട് ചിപ്പ് ബോർഡ് കമ്പനി അല്ലെങ്കിൽ പാർട്ടിക്കൽ ബോർഡിന്റെ കമ്പനിയിലെ നിർണായക റോ മെറ്റീരിയൽ ആണ്. സ്ക്രീനിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. പണ്ട് മണലൊക്കെ അരിക്കില്ല, അതേപോലത്തെ ഒരു പ്രക്രിയയാണ്. ഇത് അരിച്ച് ആ ഡസ്റ്റ് അല്ലെങ്കിൽ വലിയ ഭാഗങ്ങളൊക്കെ ഇവിടെ തങ്ങും. കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഇതുപോലെ ഈ ഒരു സ്ക്രീനിങ് കൃത്യമായിട്ട് നടത്തും. സ്ക്രീനിങ് കഴിഞ്ഞ് നല്ല ഡസ്റ്റ് ഇതിനകത്തേക്ക് പോകും. ഈ താഴേക്ക് പോകുന്നതാണ് കല്ല്, കട്ട, വലിയ ഭാഗങ്ങളൊക്കെ ഇതിനകത്തേക്ക് പോകുന്നതാണ്. ഡസ്റ്റ് മാത്രം സക്ക് ചെയ്ത് എടുക്കുകയാണ് ഇപ്പൊ ഈ ചെയ്യുന്നത്. ഒരു വലിയൊരു സക്കിങ് യൂണിറ്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഡസ്റ്റ് മാത്രമേ എനിക്ക് പോകുള്ളൂ, ബാക്കി ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് പോകും. ഫ്ലേക്ക് ചെയ്യുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഫ്ലേക്ക് ചെയ്തിട്ട് ചെറുതാക്കുന്നതാണ് കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ആ ബോണ്ടി ഉള്ളൂ. അത് നേരത്തെ കണ്ട ഡസ്റ്റ് ആയിട്ട് ബോണ്ടി നിൽക്കണമെങ്കിൽ ഇതുപോലത്തെ ഫ്ലേക്കറുകൾ വേണം. ഇതാണ് സ്ട്രെങ്ത് കൊടുക്കുന്നത് കേട്ടോ. പാർട്ടിക്കൽ ബോർഡിന്റെ യഥാർത്ഥ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു സോഡസ്റ്റും ഈ ഒരു ഫ്ലേക്കറും കൂടി ചേരുമ്പോഴാണ്. സ്വന്തമായിട്ടാണ് പോസിറ്റീവ് ഗം ഉണ്ടാക്കുന്നത്. ആ ഗം ഉണ്ടാക്കുന്ന വലിയ യൂണിറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. നോർമലി വുഡിന് 40 മുതൽ 50% മോയ്സ്ചർ ഉണ്ടാവും നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ വന്നാൽ 5% താഴെ മോയ്സ്ചർ ആക്കും. എങ്കിലാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്കൽ ബോർഡിന് ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പ്ലൈവുഡും പാർട്ടിക്കൽ ബോർഡും തമ്മിലുള്ള ബന്ധം, ആ റിലേഷൻ അറിയാത്ത പലരും ഉണ്ടാകാം. ഇതാണ് പാർട്ടിക്കൽ ബോർഡിന്റെ പ്രധാന പ്രോസസ്സ്. മോയ്സ്ചർ കട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. ആ ഡ്രയർ യൂണിറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇവിടെ നടക്കുന്നത് ബ്ലെൻഡിങ് ആണ്. ഇതില് ഫേസിന് വേണ്ട ഭാഗങ്ങൾ ബ്ലെൻഡ് ചെയ്യും, ഇത് കോറിന് വേണ്ട ഭാഗങ്ങൾ ബ്ലെൻഡ് ചെയ്യും. രണ്ടും സെപ്പറേറ്റ് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം നേരെ ഫോമിങ്ങിലേക്ക് പോകും. എല്ലാ ഭാഗങ്ങളുടെ ഇടയിലും മാഗ്നറ്റ്, മെറ്റൽ പീസിന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി മാഗ്നറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫോമിംഗ് പ്രോസസ്സാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും പാർട്ടിക്കൽ ബോർഡിന് 3 ലെയറാണുള്ളത്. ആ 3 ലെയറിന്റെ പ്രോസസ്സ് ഇവിടെ നടക്കും. ഒന്ന് ഫേസ്, പിന്നൊന്ന് കോറ്, പിന്നെ വീണ്ടും ഫേസ്. അത് തരം തിരിയുന്ന ആ ഒരു ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ ആദ്യം ഇതിനകത്തുനിന്ന് ഫേസ് വീഴും, വീണ്ടും കോർ വീഴും, അത് കഴിഞ്ഞ് വീണ്ടും ഫേസ് വീഴും. അപ്പൊ ആ 3 ഭാഗങ്ങളും കൂടി ചേരുമ്പോഴാണ് ഈ പ്രീലാമിനേറ്റഡ് ബോർഡിന്റെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഭാഗം എന്ന് പറയുന്നത്. കോറിന്റെ സ്ട്രെങ്ത്തും ഫേസിന്റെ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് വേണം താനും. അപ്പോൾ കാലിബ്രേഷൻ കൃത്യമാവണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞേ മതിയാകും. ഈ ഒരു ഭാഗമാണ് പ്രീ പ്രസ് ചെയ്യുന്നത്. അപ്പൊ പ്രീ പ്രസ് കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ഒരു ഭാഗം കൃത്യമാവുള്ളൂ. അപ്പൊ പ്രീ പ്രസ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയി യഥാർത്ഥ മെയിൻ പ്രസ്. അപ്പൊ പ്രീ പ്രസ് കഴിഞ്ഞാൽ ഏകദേശം 27 mm ഇതിന്റെ തിക്നെസ് ഉണ്ടാവും. അപ്പൊ മെയിൻ പ്രസ് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അത് ഈ 17 mm 16 mm തിക്നെസ് ചുരുങ്ങിയുള്ളൂ. അടുത്ത പ്രോസസ്സാണ് ആ ഒരു പ്രസ്സിലേക്കാണ് ഇനി പോകുന്നത്. ഈ ഹോട്ട് പ്രസ് യൂണിറ്റിൽ വരുന്നത് അറ്റ് എ ടൈം 12 ബോർഡാണ്. അതായത് 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ 12 ബോർഡ് നമുക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കിട്ടുന്നത് മനസ്സിലായില്ലേ? 12 ബോർഡാണ് ഒരു സമയം നിർമ്മിച്ചു വരുന്നത്. ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം. ഈ വരുന്ന ബോർഡുകൾ, ഓരോ ബോർഡുകളും കൂൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഒരു മാനുവൽ കൂളിംഗ് ആണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്ന ഒരു പ്രക്രിയ അല്ല. ഇത് കൂൾ ചെയ്യാതെ ഇത് കട്ട് ചെയ്തതിന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. അപ്പൊ കൂളിംഗ് പ്രോസസ്സാണ്. ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബോർഡ് കൂൾ ചെയ്ത് കിട്ടും.
ഇവിടെയാണ് ഇനി ട്രിമ്മിങ് വരുന്നത്. നമുക്ക് 8x4 ബോർഡാണ് പ്രധാനമായി നിർമ്മിക്കുന്നത്. 8x6 ബോർഡ് നിർമ്മിക്കും. അപ്പൊ 8x4 ബോർഡിന്റെ ട്രിമ്മിങ് ഇവിടെ, ഫൈനൽ ട്രിമ്മിങ് ഇവിടെ വരും. അതിന്റെ ബാച്ച് കോഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഉണ്ടായിരിക്കും. മാനുഫാക്ചർ ആണോ, ഇന്റീരിയർ വർക്കർ ആണോ, നിർബന്ധമായി ഇതൊക്കെ കാണുക. ഈ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് നിന്നും ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പൊ ഈ കാണുന്ന വലിയ അട്ടികളൊക്കെ ബോർഡുകളൊക്കെ 3-4 ദിവസം ഒരു കൂളിംഗ് പ്രോസസ്സ് വീണ്ടും കൃത്യമായതിനു ശേഷമാണ് സ്റ്റാൻഡിങ്ങിന് എടുക്കുക. അപ്പൊ ഇതിന്റെ ആ ഒരു ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സ്റ്റാൻഡിങ് പ്രോസസ്സിന് മുമ്പായിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് ശരിക്കും സ്ട്രെങ്ത് ആവുന്നത്. കൂളിംഗ് പീരീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞാൽ നേരെ ഇത് സ്റ്റാൻഡിങ്ങിന് എടുക്കുക. ആ മെഷീനിലൂടെ നേരെ കടത്തി വിട്ട് കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് പ്രക്രിയ പൂർത്തീകരിക്കും. അപ്പൊ ഇനി ഒരു കാര്യം വ്യക്തമാക്കാം. എയും ബിയും 2 ഗ്രേഡാണ് ഇവർക്കുള്ളത്. 99% വരുന്ന എ ഗ്രേഡ് ബോർഡുകളാണ് പോസിറ്റീവ് നമുക്കെല്ലാം സപ്ലൈ ചെയ്യുന്നത്. 1% വരുന്നത് വീണ്ടും പ്രോസസ്സിന് അവർ വിടും. അല്ലാതെ ഒരു കാരണവശാലും ബി ഗ്രേഡ് പോസിറ്റീവ് വിൽക്കുകയില്ല. ഇതാണ് പ്രീലാമിനറി ബോർഡിന്റെ ടെസ്റ്റിംഗ് യൂണിറ്റ്. ഇത്രയും ടൈം എടുക്കുന്നത് ക്വാളിറ്റി കൂടിയ ബോർഡായതുകൊണ്ട് ഇത്രയും സമയം എടുത്തത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറഞ്ഞ ബോർഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഗമ്മിന്റെ ബോണ്ടിങ് കുറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിട്ടുപോരുത്. അങ്ങനെ ഒന്നും പെട്ടെന്ന് വിട്ടുപോരാത്ത അവസ്ഥയല്ല. ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അവിടെ. ഇതിപ്പോ ലൈവ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. സൂം ചെയ്തിട്ടാണ്, എഡിറ്റിംഗ് ഒന്നും ഇല്ല. കുറഞ്ഞ് ഡിജിറ്റൽ ബോർഡ് ലോഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ബോർഡാണ് ഇത്. കണ്ട് ഇത്രയും സമയം എടുത്തിട്ടാണ് ഇത് വിട്ടു പോകുന്നത്. ഇതാണ് അതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പേപ്പർ ഈ ഇംപ്രിഗ്രേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ പേപ്പറാണ് ലാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചിപ്പ് ബോർഡിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് സ്ട്രെങ്തൻ ചെയ്തതിനു ശേഷം ഈ പേപ്പർ നമ്മൾ ലാമിനേഷൻ ചെയ്യുന്ന പ്രക്രിയയാണ് ഈ കാണുന്നത്. പേപ്പർ ഇതിനകത്ത് ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്തതിനു ശേഷം ഗം ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നു. നേരെ ഇതിനകത്ത് റെസിനിൽ മുക്കിയിട്ട് റെസിനിൽ മുങ്ങിയിട്ട് പേപ്പർ അങ്ങോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. മുങ്ങിയിട്ട് നേരെ ഈ പ്രോസസ്സാണ് മെലാമിൻ റെസിൻ എന്ന് പറയുന്നത്. മെലാമിൻ റെസിനിലൂടെ ഇറങ്ങി ഈ സാധാ പേപ്പർ അതിലൂടെ വന്ന് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ കാണുന്നതാണിത്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ലാമിനേഷൻ ആവുന്നത്. കുറച്ച് വെള്ളമൊക്കെ പോയാൽ ഒന്നും സംഭവിക്കാത്തത്. ഗമ്മിനകത്ത് ആഡഡ് ആണ്. ഇത് 2 ദിവസം, അതായത് 48 മണിക്കൂർ AC-യിലാണ് എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പേപ്പർ ഉപയോഗിക്കുന്നത്. പേപ്പർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഗമ്മ് കണ്ടില്ലേ, ഇവിടെ ഗമ്മാണ്. ഈ ഗമ്മ് ഉരുകി അത് ഒട്ടും. ഒരു കാര്യം കൂടി പറയാം, മാനുവൽ എഡ്ജ് ബാൻഡോ അല്ലെങ്കിൽ കൈകൊണ്ടുള്ള എഡ്ജ് ബാൻഡോ വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ ഇറങ്ങും. അത് പ്ലൈവുഡിലായാലും മോയ്സ്ചർ ഇറങ്ങും. ഇതിനകത്ത് യാതൊരു കാരണവശാലും അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിച്ച് വാങ്ങാം. ഇതാണ് ആ AC സ്റ്റോറാണ്. അവിടെ 4 AC വെച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടുള്ള 2 ദിവസത്തിന്റെ ഉള്ളിൽ ഇത് ഉപയോഗിച്ച് തീർക്കുകയും വേണം. അതിൽ ഇഷ്ടം പോലെ പേപ്പറാണ്, എല്ലാ കളറുകളും ഉണ്ട്. ഞങ്ങളിപ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഇവിടുന്ന് ഒരു കളറ് പേപ്പർ സെലക്ട് ചെയ്യുകയാണ്. ഇനി ഞങ്ങളുടെ ബോർഡുകളിന്റെ അലമാരകൾ മുഴുവൻ ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്തൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പേപ്പർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. നിർമ്മാതാക്കൾക്കും ഈ ഒരു പ്രോസസ്സ് അറിയുകയില്ല. അതുകൊണ്ട് വെറും പേപ്പർ വാങ്ങി ഒട്ടിക്കുന്ന പ്രക്രിയയല്ല, ഇത്ര പ്രോസസ്സുകൾ കഴിയുന്നതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ ഈ ഒരു ക്വാളിറ്റിയിൽ പ്രീലാമിനേറ്റഡ് ബോർഡുകൾ നമുക്ക് ലഭ്യമാവുന്നത്. ഇതുവരെയുള്ള പ്രോസസ്സ് കഴിഞ്ഞു. ഇനി എഡ്ജ് ബാൻഡിങ് ഒട്ടിക്കേണ്ടത് ഫർണിച്ചർ നിർമ്മാതാക്കളാണ്, മാനുഫാക്ചറിങ് കമ്പനികളാണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന പ്രീലാമിനേറ്റഡ് ബോർഡിന്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാകും. ഇനി റെഡി ടു യൂസ് ആണ്, പെട്ടെന്ന് ഉപയോഗിക്കാം. പ്രൈസ് കുറച്ച് ഫർണിച്ചർ നിർമ്മിക്കണമെങ്കിൽ, ക്വാളിറ്റിയിൽ ഒരുപാട് കാലം ഡ്യൂറബിലിറ്റി ഉണ്ടാവണമെങ്കിൽ പ്രീലാമിനേറ്റഡ് ബോർഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കണ്ടില്ലേ ഇവിടുത്തെ സ്റ്റോക്ക് നോക്കിയേ, ഇതൊക്കെ എ ഗ്രേഡ് ആണ് കേട്ടോ. ഇത്ര സ്റ്റോക്ക് ഉള്ളതൊക്കെ എ ഗ്രേഡ് അടിച്ചു വെച്ചേക്കാണ്. ഇതിനൊക്കെ ചിലപ്പോൾ ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 3 രൂപ 2 രൂപയൊക്കെ വ്യത്യാസം വരും. 2 മുതൽ 5 രൂപ വരെയാണ് ആകെ കൂടിയിട്ട് എ ഗ്രേഡും ഈ ബി ഗ്രേഡും തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ ഫീറ്റിന്. ആ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട, നല്ല പ്രൊഡക്റ്റ് തന്നെ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. നമ്മളൊരു ഫർണിച്ചർ വാങ്ങുന്നത് ലൈഫിൽ 1-2 തവണയായിരിക്കും. അത് ഏറ്റവും നല്ലതാവട്ടെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ഈ ഒരു വലിയ കമ്പനിയുടെ വീഡിയോ ആണ് കണ്ടത്. ഇത്തരത്തിൽ ഒരു കമ്പനിയാണ് നിങ്ങളുടേതെങ്കിൽ, വ്യത്യസ്തമായ കമ്പനിയാണെങ്കിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.